ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടപ്പെടാവുന്ന ക്യാഷ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റും ആ ഒരു വീഡിയോക്ക് വന്ന മെസ്സേജസും എന്താ വെച്ചാൽ ഞാൻ ക്യാഷിന് ഞാൻ വാല്യൂ കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഞാൻ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാണ്ട് ഞാൻ ട്രേഡിങ്ങിൽ ഇട്ടാൽ എനിക്കത് നഷ്ടമാവുള്ളൂ. പിന്നെ വന്നതാ എനിക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് നഷ്ടപ്പെട്ട പ്രശ്നമില്ല. പിന്നെ വന്നതാ അതുപോലെ പണിയെടുക്കാത്തവർക്ക് ക്യാഷിൻ്റെ വാല്യൂ അറിയില്ലല്ലോ. എൻ്റെ പൈസക്ക് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ നഷ്ടപ്പെട്ട പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ബിഗിനർ ആയതുകൊണ്ട് മാത്രം ഞാനൊരു മൈൻഡ് സെറ്റിൽ വെച്ചതാണ്. കാരണം ആ പൈസ നഷ്ടപ്പെടുന്നില്ല. കാരണം എനിക്ക് ബിഗിനർ ആണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഒരു മാസം പട്ടിയെ പോലെ പണിയെടുത്ത പൈസേൻ്റെ പകുതിയാണ് ഞാൻ ട്രേഡിങ്ങിൽ കൊണ്ടിട്ട്. അതെനിക്ക് ഒരു നഷ്ടബോധമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഞാൻ അത് പഠിക്കാൻ വേണ്ടി ചിലവാക്കിയ വർഷം, അതിന് വേണ്ടി ചിലവാക്കിയ ഫീസ്. എന്നിട്ടോ എനിക്ക് ഫസ്റ്റ് പറഞ്ഞ സാലറി അറിയാം, എനിക്ക് വെറും 6000 രൂപ. 8 മണിക്കൂർ, ഒരു ദിവസം 8 മണിക്കൂർ എനിക്ക് ജോലി. ഒരു മാസം പണിയെടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ അവരെടുത്ത് ചെല്ലണം ഞങ്ങൾ സാലറി കൊണ്ട്. ഞാൻ പണിയെടുത്ത പൈസ ഉണ്ട്. ഇതൊക്കെ ഒരു മോചനം കിട്ടാനാണ് ട്രേഡിങ്ങിലേക്ക് വന്നത്. ഈ മെസ്സേജ് നിങ്ങൾ കണ്ടോ? ഇദ്ദേഹം 35 ലക്ഷം ഒന്ന് ട്രേഡിങ്ങിലിട്ട് ഒരുപാട് വർഷത്തെ അധ്വാനമായിരിക്കും, പിന്നെ ആരോടൊക്കെ വാങ്ങിയ പൈസ ആയിരിക്കും, അതൊക്കെ നഷ്ടപ്പെട്ടു. കാരണം ഇത്ര റിസ്ക് ചെയ്ത് ട്രേഡിങ് വരുന്ന അവർക്കൊക്കെ രക്ഷപ്പെടാമെന്നുള്ളൊരു മൈൻഡ് എനിക്കും അതിനുള്ള. എങ്ങനെയെങ്കിലും ഇതിനൊക്കെ രക്ഷപ്പെട്ട് ഒരു നല്ല ജീവിതം, നല്ലൊരു ജോലി, അത്രയും ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് നെഗറ്റീവിനെക്കാട്ടി കൂടുതൽ കിട്ടിയ സപ്പോർട്ടാണ്. അത് ബോയ്സ് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഹോപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ട്രേഡിങ് രക്ഷപ്പെടും. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. നമുക്ക് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. എനിക്കിനി ട്രേഡ് എന്തായാലും ഈ മാസം കയ്യിൽ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അടുത്ത മാസം എനിക്കിനി ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത മാസം 1-ാം തീയതി ആയാലേ എനിക്കിനി ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്കിലും നഷ്ടപ്പെടുത്താതെ ഒരു പ്രോഫിറ്റ് ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ മാസം ഇനി ട്രേഡിങ്ങിനെ സംബന്ധിച്ചൊന്നും വീഡിയോ ചെയ്യാനുണ്ടാവില്ല. പിന്നെ അപ്പോൾ കീപ് ഗോയിങ് ബൈ. ആരും ട്രേഡിങ്ങിൽ ഫെയിൽ ആയി വെച്ച് വിഷമിക്കണം. എന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ രക്ഷപ്പെടും. ഓക്കെ, ബൈ.